സിഹിർ അഭിചാരം എന്നത് യാഥാർത്ഥ്യമാണെന്ന് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. ഒരാൾക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പണ്ഡിതന്മാർ ചില ലക്ഷണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ലക്ഷണങ്ങൾ കണ്ടാലുടൻ അത് സിഹിർ തന്നെയാണെന്ന് ഉറപ്പിക്കരുത്. കാരണം ഇതിൽ പലതും ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങൾ കാരണവും സംഭവിക്കാം. ഒരു സഹോദരൻ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന അടയാളങ്ങൾ: 1. ആരാധനകളോടുള്ള വിമുഖത. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അള്ളാഹുവിനെ സ്മരിക്കുന്നതിനോടും ഇബാദത്തുകൾ ചെയ്യുന്നതിനോടും തോന്നുന്ന കഠിനമായ വെറുപ്പാണ്. ബാങ്ക് വിളിക്കുമ്പോഴോ ഖുർആൻ പാരായണം കേൾക്കുമ്പോഴോ അസ്വസ്ഥത തോന്നുക, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അമിതമായ മടി, ശരീരം തളരുന്നതുപോലെ തോന്നുക, അല്ലെങ്കിൽ മനസ്സ് എവിടെയോ പോയി നിൽക്കുന്നത് പോലെ തോന്നുക. 2. സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ. ഒരാളുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും. കാരണമില്ലാതെ പെട്ടെന്ന് ദേഷ്യം വരിക. ഭാര്യയും ഭർത്താവും തമ്മിൽ മുമ്പ് സ്നേഹത്തിലായിരുന്നവർ പെട്ടെന്ന് കാണുന്നതേ ഇഷ്ടമല്ലാതാവുക. ഇത് ഖുർആനിൽ പ്രത്യേകം പരാമർശിച്ച കാര്യമാണ്. വീട്ടുകാരോടും സുഹൃത്തുക്കളോടും അകൽച്ച കാണിക്കുക, ഒറ്റയ്ക്കിരിക്കാൻ താൽപ്പര്യം കാണിക്കുക. 3. ശാരീരികമായ അസ്വസ്ഥതകൾ. വൈദ്യശാസ്ത്രത്തിന് കൃത്യമായ കാരണം കണ്ടെത്താൻ കഴിയാത്ത ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കഠിനമായ തലവേദന, ഗുളിക കഴിച്ചാലും മാറാത്തത്. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ നീറ്റലോ തരിപ്പോ അനുഭവപ്പെടുക. അമിതമായ ഉറക്കം വരിക, അല്ലെങ്കിൽ ഒട്ടും ഉറക്കം കിട്ടാതിരിക്കുക. ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പോലെ തോന്നുക, മറ്റുള്ളവർക്ക് അനുഭവപ്പെടില്ലെങ്കിലും. 4. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ. ഉറക്കത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുക. ഭയാനകമായ രൂപങ്ങളെ സ്വപ്നം കാണുക. പാമ്പ്, കറുത്ത നായ, തേൾ തുടങ്ങിയ ജീവികൾ ആക്രമിക്കുന്നതായി തുടർച്ചയായി കാണുക. ഉയരത്തിൽ നിന്ന് വീഴുന്നത് പോലെയോ ശ്വാസം മുട്ടുന്നത് പോലെയോ അനുഭവപ്പെടുക. 5. മറവിയും ഏകാഗ്രതക്കുറവും. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കരമായ മറവി സംഭവിക്കുക. സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതിരിക്കുകയോ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുകയോ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇത്തരം ലക്ഷണങ്ങൾ കണ്ട് പരിഭ്രമിക്കേണ്ടതില്ല. ഇതിന് ഇസ്ലാം നൽകുന്ന പരിഹാരം ശർഈയായ റുഖിയഹാണ്. 1. 5 വഖ്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. 2. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ മുടങ്ങാതെ ചൊല്ലുക. 3. വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. പിശാച് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. 4. മുഅവ്വിദതൈനി, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ആയത്തുൽ കുർസി എന്നിവ പതിവാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക: ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ വ്യാജസിദ്ധന്മാരുടെയോ ഇസ്ലാമിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെയോ അടുത്തേക്ക് പോകരുത്. അത് ശിർക്കിലേക്ക് നയിക്കാം. ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ചികിത്സകൾ മാത്രം സ്വീകരിക്കുക. കുറച്ചുകൂടി ആഴത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സിഹിർ ബാധിച്ച ഒരാളിൽ കാണാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളെ പണ്ഡിതന്മാർ കുറച്ചുകൂടി വ്യക്തമായി തരംതിരിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദമായ അടയാളങ്ങൾ: 1. മാനസികവും വൈകാരികവുമായ മാറ്റങ്ങൾ. മനസ്സിനുമേൽ സിഹിർ സ്വാധീനം ചെലുത്തുമ്പോൾ പ്രകടമാകുന്ന മാറ്റങ്ങൾ: അമിതമായ ഭയം, എപ്പോഴും ആരോ കൂടെയുള്ളതുപോലെ തോന്നുക, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്ന് പേടിക്കുക. ഏകാന്തതയോടുള്ള താൽപ്പര്യം, ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹം തോന്നുക. പ്രിയപ്പെട്ടവരോട് പോലും സംസാരിക്കാൻ മടി കാണിക്കുക. സംശയരോഗം, ഏറ്റവും വിശ്വസ്തരായ ആളുകളെപ്പോലും, ഉദാഹരണത്തിന് പങ്കാളിയെ അല്ലെങ്കിൽ മാതാപിതാക്കളെ, ശത്രുക്കളായി കാണുക. 2. ശാരീരിക ലക്ഷണങ്ങൾ കൂടുതൽ വ്യക്തതയോടെ. വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത ലക്ഷണങ്ങൾ ഇവയാകാം: നെഞ്ചിലെ ഭാരം, പ്രത്യേകിച്ച് അസർ നമസ്കാരം മുതൽ അർദ്ധരാത്രി വരെയുള്ള സമയങ്ങളിൽ നെഞ്ചിൽ കഠിനമായ ഭാരമോ ശ്വാസം മുട്ടലോ അനുഭവപ്പെടുക. ശരീരത്തിലെ സഞ്ചരിക്കുന്ന വേദന, ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറിക്കൊണ്ടിരിക്കുക. അകാരണമായ തളർച്ച, കഠിനമായ ജോലി ഒന്നും ചെയ്തില്ലെങ്കിലും ശരീരം എപ്പോഴും തളർന്നിരിക്കുക, കൈകാലുകൾക്ക് ജീവനില്ലാത്ത പോലെ തോന്നുക. 3. ദാമ്പത്യ ജീവിതത്തിലെ തകർച്ച. സിഹിറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ദാമ്പത്യം തകർക്കുക എന്നതാണ്. ഇതിന്റെ അടയാളങ്ങൾ: ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിനോ ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയ്ക്കോ വിരൂപമായി തോന്നുക. കാരണമില്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുകളുണ്ടാവുകയും ചെയ്യുക. ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ കഴിയാത്ത വിധം മനസ്സിനോ ശരീരത്തിനോ തടസ്സങ്ങൾ അനുഭവപ്പെടുക. 4. സാമൂഹികവും തൊഴിൽപരവുമായ തടസ്സങ്ങൾ. ജോലിസ്ഥലത്ത് അകാരണമായ വെറുപ്പ് അനുഭവപ്പെടുക. എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് കരുതുമ്പോൾ അവസാന നിമിഷം അവ തടസ്സപ്പെട്ടു പോവുക. ഉദാഹരണത്തിന് വിവാഹാലോചനകൾ, ബിസിനസ് ഇടപാടുകൾ, പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വരിക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ പരിഭ്രമിക്കാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് താഴെ പറയുന്നവ ശീലമാക്കുക. ശുദ്ധി പാലിക്കുക. എപ്പോഴും വുദൂവോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. റുഖിയ വെള്ളം, ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നിവ ഓതി മന്ത്രിച്ച വെള്ളം കുടിക്കുകയും ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയും ചെയ്യുക.
സൂറത്തുൽ ബഖറ. ഇത് വീട്ടിൽ ഉറക്കെ പാരായണം ചെയ്യുന്നത് സിഹിറിന്റെ അസറുകളെ ഇല്ലാതാക്കാൻ വളരെ ഫലപ്രദമാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. പാപമോചനം, ഇസ്തിഗ്ഫാർ, അധികമായി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഒരു പ്രധാന ഉപദേശം: ഒരിക്കലും ജ്യോത്സ്യന്മാരുടെയോ കവടി നിരത്തുന്നവരുടെയോ അടുത്തേക്ക് പോകരുത്. അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ഈമാനിന് അപകടമാണ്. ഖുർആനിലും സുന്നത്തിലും അധിഷ്ഠിതമായ പരിഹാരങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ.